अथ 10मोऽध्यायः। श्रीभगवानुवाच भूय एव महाबाहो शृणु मे परमं वचः यत्तेऽहं प्रीयमाणाय वक्ष्यामि हितकाम्यया। പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനമുപദേശിക്കാം. കേൾക്കൂ, ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. നമേ വിദുഃ സുരഗണാഃ പ്രഭവം ന മഹർഷയഃ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എന്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയെല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢഃ സമർത്ഥ്യേഷു സർവപാപൈഃ പ്രമുച്യതേ. ജനനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും സർവലോകേശ്വരനുമാണ് ഞാനെന്നറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന് പാപമുക്തനാകുന്നു. ബുദ്ധിജ്ഞാനം അസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസംയമനം, സുഖദുഃഖങ്ങൾ, ജനനമരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. മഹർഷയഃ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോകഹിമാ പ്രജാഃ. ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്ക് മുൻപ് 4 മഹർഷിമാരും മാനവ സമുദായത്തിന്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നുത്ഭവിച്ച എന്റെ മാനസപുത്രന്മാരാണ്. വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ്. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. അഹം സർവസ്യ പ്രഭവോ മത്തഃ
സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുധാഃ ഭാവസമന്വിതാഃ. ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണുണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞാരാധിക്കുകയും ചെയ്യും. മച്ചിത്താ മദ്ഗതപ്രാണാഃ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണത്തിലേർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും. ആഹുഃ ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനവും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാഃ. അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. പ്രഭു, ദേവന്മാർക്കോ ദാനന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. സ്വയമേവാത്മനാത്മാനം വേത്ത ത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. ഹേ പുരുഷോത്തമ, സർവഭൂതങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനവും ദേവന്മാർക്ക് ദേവനുമായ ഭഗവാനെ, ജഗദീശ്വര, അങ്ങേക്ക് മാത്രമേ
അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുകയുള്ളൂ. വക്തുമർഹസി അശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിഃ വിഭൂതിഭിഃ ലോകാൻ ഇമാംസ്ത്വം വ്യാപ്യ തിഷ്ഠസി. ഈ ലോകങ്ങളിലെമ്പാടും വ്യാപിച്ചിരിക്കുന്നു അങ്ങയുടെ ദിവ്യവിഭൂതികൾ. അവയെക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. കഥം വിദ്യാമകം യോഗ്യം ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ഹേ യോഗേശ്വരനായ കൃഷ്ണ, അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എങ്ങനെ വേണം? അല്ലയോ പരമദിവ്യോത്തമ പുരുഷ, ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ. വിസ്തജേണാത്മനോ യോഗം വിഭൂതിഞ്ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെപ്പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെപ്പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. ശ്രീഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഖ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെപ്പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെപ്പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഹേ അർജുന, ജീവജാലങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ആദിത്യാനാം അഹം വിഷ്ണുഃ ജ്യോതിഷാം രവിരംശുമാൻ മരീചിഃ മരുതാം അസ്മി നക്ഷത്രാണാം അഹം ശശി. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും, ജ്യോതിസ്സുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ. വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുഃ ശിഖരിണാം അഹം. രുദ്രന്മാരിൽ വച്ച് ശിവനാണ് ഞാൻ.
യക്ഷരാക്ഷസരിൽ കുബേരനും വസുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനിനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മി ഏകം അക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. അശ്വത്ഥഃ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. ഉച്ചൈഷവസം അശ്വാനാം വിദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈവ സർവസാണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ആയുധാനാം അഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാമസ്മി വാസുകിഃ. ആയുധങ്ങളിൽ വച്ച് വജ്രവും പശുക്കളിൽ സുരഭിയും ജനനഹേതുക്കളിൽ കാമദേവനും സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാം അഹം പിതॄണാം അരിയമാചാസ്മി യമഃ സംയമതാം അഹം. അനേകം ഫണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമനും. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാം അഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവരിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡൻ. പവനഃ പവതാം അസ്മി രാമഃ ശസ്ത്രഭൃതാം അഹം ജഡാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവീ. വിശുദ്ധീകരിക്കുന്നതിൽ വായുവും ആയുധധാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും
നദികളിൽ ഗംഗയും ഞാനാകുന്നു. സർഗാണാം ആദിരന്തശ്ച മധ്യം ചൈവാഹം അർജുന. അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദതാം അഹം. സൃഷ്ടിയുടെ ആദ്യമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വഃ സാമാസികസ്യ ച. അഹമേവാക്ഷയഃ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. മൃത്യുഃ സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. കീർത്തിഃ ശ്രീർവാക്യനാരീണാം സ്മൃതിഃ മേധാ ധൃതിഃ ക്ഷമാ. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉത്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ബൃഹത്സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാം അഹം. മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ വച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. ദ്യൂതം ചലയതാം അസ്മി തേജസ്തേജസ്വീനാം അഹം. ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാം അഹം. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ. മുനീനാമപ്യഹം വ്യാസഃ കവീനാം ഉശനാ കവിഃ. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാകവിയുമാണ് ഞാൻ. ദണ്ഡോ ദമയതാം അസ്മി നീതിരസ്മി ജിഗീഷതാം. മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാം അഹം. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. യച്ചാപി സർവഭൂതാനാം ബീജം തദഹം അർജുന. ന തദസ്തി വിനായസ്യാത് മയാ ഭൂതം ചരാചരം. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദിബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല.
നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ യേഷ തൂദ്ദേശതഃ പ്രോക്തോ വിഭൂതേഃ വിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യവിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്നുത്ഭവിച്ചത് തന്നെയെന്ന് മനസ്സിലാക്കുക. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ണഭ്യാഗമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ടെന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ 10-മോऽധ്യായः.